ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദുബായിൽ ഞങ്ങൾ പോയ മറ്റ് 2-3 പ്ലേസസിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഫസ്റ്റ് സബീൽ പാലസിനെ കുറിച്ച് പറയാവേ. സബീൽ പാലസ് ഒരു റോയൽ റെസിഡൻസ് കൂടിയാണ് കേട്ടോ. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സബീൽ ഡിസ്ട്രിക്റ്റിലാണ്. ആൻഡ് ഇറ്റ് ഈസ് എ സെൻട്രൽ ഹബ് ഫോർ ഗവർണൻസ്, ഹൈ ലെവൽ ഇന്ററാക്ഷൻസ് വിത്തിൻ ദ എമിറേറ്റ്സ് ഓഫ് ദുബായ്. ഇതൊരു സെൻട്രൽ ഹബ്ബാണ് കേട്ടോ. അപ്പോൾ ഹൈ ലെവൽ ഇന്ററാക്ഷൻസ്, മീറ്റിംഗ്സ് ഒക്കെ ഇവിടെ വെച്ചാണ് കേട്ടോ അവർ നടത്താറുള്ളത്. ടൂറിസ്റ്റ് ഒന്നും അവിടേക്ക് അലൗഡ് അല്ല കേട്ടോ, ബിക്കോസ് ഇറ്റ് ഈസ് എ ഒഫീഷ്യൽ റെസിഡൻസ് ആണ്. സോ ഹൈലി സെക്യൂർഡും കൂടിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് സ്പോട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത് ദുബായിലെ ഹൈലൈറ്റ് ആയ ബുർജ് ഖലീഫയിലേക്കാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഇതിന്റെ ടോപ്പിൽ കയറാൻ. ഇതിന് ടോട്ടൽ 163 ഫ്ലോർസ് ആണുള്ളത്. അറ്റ് ദ ടോപ്പ് 125th ഫ്ലോറിലാണ് കേട്ടോ നമ്മൾ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ ബുർജ് ഖലീഫയുടെ 125th ഫ്ലോറിൽ എത്തിപ്പെട്ടു കേട്ടോ. അടിപൊളി വൈബാണ് കേട്ടോ. ഇവിടെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ വൺസ് ലൈഫിൽ. ഇവിടുത്തെ ആ വ്യൂ ഈ ഫോട്ടോസിലൊക്കെ കാണുന്നത് ഇതിന്റെ ടോപ്പിൽ താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂസ് ആണ് കേട്ടോ. ഒത്തിരി ടൈമൊന്നും നമുക്ക് ടോപ്പിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം ഫോട്ടോസ്, വീഡിയോസ്, കുറച്ച് വ്യൂസ് കാണുന്ന ഒരു ടൈം, ബിക്കോസ് ടൂറിസ്റ്റുകളെല്ലാം വെയിറ്റിംഗിലാണല്ലോ. സോ ടൈം ആകുമ്പോൾ അവർ വന്ന് നമ്മളോട് ഇൻഫോം ചെയ്യും. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും എല്ലാം കവർ ചെയ്ത് നമ്മൾ എന്നിട്ട് അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ ബുർജ് ഖലീഫയിലെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഫൗണ്ടെയിൻ ആണ് കേട്ടോ, വാട്ടർ ഡാൻസ്. ബട്ട് അതിന് ടൈം ഉണ്ട് കേട്ടോ. ഇനി അടുത്തൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ അക്വേറിയം ആണ് കേട്ടോ. അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോട്ടോസ് ആണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. അടിപൊളിയായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുത്തെ മോളിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലി അവിടെ വരാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ മീറ്റ് ചെയ്തു. ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവൾ മീറ്റ് ചെയ്തതെന്ന് അറിയാമോ. ഒത്തിരി സന്തോഷമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വർത്താനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഇനി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് ഒരു സ്പോട്ടിലെ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ ഓൾ.